ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഉറക്കം വരുന്നുണ്ട്. രാവിലെ 8:15 ഞാൻ എണീച്ചത്. ബ്രഷ് ചെയ്യാൻ പോവാം. അമ്മ വാക്വം ക്ലീനർ വെച്ച് വീട് ഇതാക്കാണ്. അതാണ് ഒച്ച. നമുക്ക് പോയി പള്ളിക്കാം. ഗൈസ്, പില്ലൊക്കെ നേരെയാക്കി വെച്ചിട്ടുണ്ട്. പുതപ്പ് അമ്മ ആക്കിക്കോളും. ഭയങ്കര വെയിറ്റിലുണ്ടെന്ന് എനിക്ക് ഒരു രണ്ട് പൊക്കാൻ പറ്റത്തുണ്ട്. അമ്മ ആയിക്കോളും. ഇനി നമുക്ക് ബ്രഷ് ചെയ്യാൻ പോവാം. ഇതുണ്ട് ഗൈസ് മിലുവിൻ്റെ മുഖം. അമ്മ വാക്വം ക്ലീനർ വെച്ച് ചെയ്യുമ്പോൾ മിലുയുടെ മുഖം ഇങ്ങനെയാണ് ഗൈസ്. എൻ്റെ വീട്ടിലെ ബ്രഷ് ക്ലോസപ്പാണ്. ക്ലോസ് വെച്ച് തന്നെ ഗൈസ് ഭയങ്കര ഒച്ച ഉണ്ടാകും. ജസ്റ്റ് ഒന്ന് ക്ഷമിക്കണം കേട്ടോ. സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ മുടിയൊക്കെ നേരെ ഒന്ന് അയച്ചിട്ട് കെട്ടാൻ പോവാം. ഞാൻ രാത്രി കെട്ടുമ്പോൾ കൊടുക്ക് പോത്തിട്ടില്ല. ഫുൾ കൊടുക്കാമെന്നാണ് ഈ ചീർക്ക് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചെറിയ കുടുക്കൊക്കെ പോയിട്ട് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഹെയർ ബാൻഡ് ഉണ്ടായിരുന്നു, കാണുന്നില്ല. തൽക്കാലം നമുക്കിത് വയ്ക്കാം.
ദിവസമായിരുന്നു. എന്നാലും പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇച്ചിരി ലേറ്റായിപ്പോയി. എന്നാൽ ഇന്നലിട്ടുണ്ടായിരുന്നു മറന്നു. ഇന്നലിട്ടുണ്ടായിരുന്നു. മുടിയൊക്കെ റെഡിയാക്കി ഇനി നമുക്ക് വേഗം ഫുഡ് കഴിക്കാൻ പോകാം. കഴിക്കാൻ അപ്പവും മുട്ടക്കറിയുമാണ്. മുട്ട തണ്ടിരിക്കുന്ന മുട്ട തന്നെയൊക്കെ വരും. ഇത് മുട്ടക്കറിയാണ് ഇന്ന് കഴിക്കാൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് ടീ വയ്ക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ MAT ന്യൂസാണ്. അപ്പോൾ ഞാൻ അതാണ് തുറക്കുന്നത്. പിന്നെ ഞാൻ 10 മണി വരെ എനിക്ക് ഫ്രീ ആണേ. ഏകദേശം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് നേരം TV കാണാൻ വിചാരിച്ചിട്ടാണ്. ഈ ഒരു ഇതാണ് ഞാൻ കാണാറുള്ളത്. കൈമലിച്ചിരി എണ്ണ ഉള്ളതുകൊണ്ടാട്ടോ ഇങ്ങനെ സ്റ്റിപ്പായി ഇങ്ങനെ പോകണം. അപ്പം TV കാണാൻ ഒരു 10:30 വരെ നമുക്ക് കാണാം. അപ്പം അതുവരെ ഞാൻ TV എടുക്കുന്ന വീഡിയോ ഒന്നും ഉണ്ടാകുന്നുണ്ട്. കുറച്ച് ഷോർട്സ് ഉണ്ടാവും. അതുകൊണ്ട് കച്ചവടം പഠിപ്പിക്കാൻ വന്നിരുന്നു. ഒരു പൈസക്ക് മീൻ വെക്കാനേ കുറച്ച് രണ്ടാമത് ജനിക്കണം. തോളിൽ കാവ് കയറ്റി നടക്കുന്ന കാലത്ത് തുടങ്ങിയതാ മൂസൈപ്പാണി. ആ മീനൊക്കെ ഫ്രിഡ്ജിൽ വെക്കും. അതെ, നാട്ടുകാർക്ക് വിതരണം ചെയ്യാനുള്ളതല്ല ഈ മീന്. ഇത് ഞങ്ങളുടെ കുടുംബക്കാരെയാണ്. ആയി നിങ്ങൾ ഇടപെടിയേ വേണ്ട. അയലക്കത്തുള്ളവരെ ഇടപെടണോന്ന് നോക്കിയത് തൽക്കാലം ഇടപെടണ്ട. കുറച്ചൊക്കെ ഞാൻ ഒളിച്ചെന്ന് കേട്ട് മൂസനോട് ആരും മീൻ വാങ്ങിയതല്ലേ. നല്ല കാര്യമായി പോയി. കൊള്ളലാഭം കൊയ്യാൻ നോക്കിയാൽ ഇങ്ങനെയാണ്. ഇപ്പൊ പോയി കഴിഞ്ഞാൽ ആരാധ്യ സ്കൂളിൽ പോകുന്നതാണ്. നമുക്ക് പോയാണ്. ആരെയും കാണുന്നില്ല. അപ്പം 2 മോൾക്കുട്ടേച്ചും പിന്നെ വേറൊരു ശിവ എന്ന് പറഞ്ഞൊരു കുട്ടിയും പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ആരാധ്യ പോയില്ല കേട്ടോ. അവൾക്ക് പനിയാ. അവളങ്ങനെ മോനാ. അങ്ങനെ അവൾക്ക് പനി വന്ന് അവൾ അകത്തായി. ഞാൻ സ്കൂളിൽ പോയില്ല. ഞാൻ മീന് വില കൂടിയെന്ന് വിചാരിച്ച ആളുകൾ വാങ്ങാതിരിക്കുവോ? മീൻ കൂട്ടാന്ന് ചോറൊന്നും നമ്മുടെ നാട്ടുകാർക്ക്. മാർക്കറ്റിൽ പോയിട്ട് ചോദിക്കുന്ന വില കൊടുത്തിട്ട് മീൻ വാങ്ങാൻ ആർക്കും ഒരു കുഴപ്പമില്ല. നമ്മളെപ്പോലുള്ള ചില്ലറ കച്ചവടത്തിനെക്കാളും പ്രശ്നം വലിയ പൈസ കൊടുത്ത് മീൻ വാങ്ങിയിട്ട് അത് കുറഞ്ഞ പൈസക്ക് വിറ്റാല് ഉപ്പ കൊപ്പിൽ മക്കളെ ഇപ്പൊ തന്നെ 2-3 ഉറുപ്പ് നടത്താം. എന്തിനാണ് കോളേജിലെ പരീക്ഷ ഫീസ് അടയ്ക്കണ? ഈ പാരമ്പര്യത്തിന്റെ കൈ കിട്ടാൻ നമ്മൾ ആലോചിക്കുന്നത്. നേരുന്ന് പഠിക്കും. വേറെ എന്തെങ്കിലും പഠിച്ചു വെക്കൂടെ? വേറെ എന്ത് പണിയെ പറ്റും. വല്ലാണ്ട് വേറെ നീ എടുക്കാൻ പറ്റുന്ന ആരോഗ്യമൊന്നും നമുക്കില്ല. ബംഗാളി എന്തെങ്കിലും പഠിച്ചു എനിക്ക് മാത്സ് പഠിക്കാനുണ്ട്. അപ്പം അതുകൂടെ പക്ഷേ നമുക്ക് പക്ഷേ ഞാൻ സാധാരണ അപ്പോൾ ഞാൻ ഇന്ന് പഠിക്കാൻ 9 തൊട്ട് 11 വരെയാണ് പഠിക്കുന്നത്. 11 തൊക്കെയാണ് പഠിക്കുന്നത്. നേരത്തെ സമയം പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നു അതുകൊണ്ട് എന്താ പറയുക ഇത് മനസ്സിലാക്കിയത് സംഭവം ഇതെന്താ
ഞാൻ ടാബൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പം നമുക്ക് ഞാൻ എടുക്കാൻ പറഞ്ഞാലോ, എനിക്ക് മറന്നുപോയി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയെന്ന്. ഞാനിപ്പോൾ ക്രിസ്മസ് ട്രീ പകുതിയോളം ആക്കി വെക്കുമായിരുന്നു കേട്ടോ. ക്രിസ്മസ് ട്രീ ഇതായിരുന്നു ക്രിസ്മസ് ട്രീ നമ്മൾ ഡിസംബറിൽ വെച്ചതല്ലേ, അതിപ്പോൾ ജനുവരി ആയി, കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ വച്ചു കേട്ടോ, കുറേ എടുത്ത് വെച്ചു. ക്രിസ്മസ് ട്രീ ഇത്രയോളം ആയി. ഞാൻ അവിടെ ലൈറ്റൊക്കെ ഊരി ഇതേണ്ട ഇങ്ങനെ എത്തിയിട്ടുണ്ട്. എനിക്ക് എടുക്കാൻ മറന്നു പോയതാണ്, ഒന്ന് ക്ഷമിക്കണം. അപ്പം പ്ലീസ് ഒന്ന് ആക്കണം കേട്ടോ. സംഭവം പകുതിയോളം എത്തിയിട്ടേ ഉള്ളൂ, എന്നാലും ഒരിതാണ്. അപ്പോൾ കുറേ പേര് ഡൗട്ടായിരിക്കും എൻ്റെ അമ്മയും അച്ഛനും എന്നെ കാണിക്കാത്തത്. എനിക്ക് അമ്മയ്ക്ക് കുറവാണ് സത്യം പറഞ്ഞാൽ അമ്മനെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ. അതിനെക്കൊണ്ടാണ് അമ്മേനെ കാണിക്കാത്തത്. അച്ഛനെ വേണേൽ കാണിക്കാം കേട്ടോ. എന്നാൽ അച്ഛൻ ഇവിടെയല്ല, അച്ഛൻ മാൽദീവ്സിലാണ്, അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ ഇൻട്രൊഡക്ഷൻ കൊടുത്തില്ല. ഇൻട്രൊഡക്ഷൻ ഓൾറെഡി കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ഇൻട്രൊഡക്ഷൻ അപ്പോൾ അതാണൊരു സംഭവം പറ്റിയത്. ഇവിടെയൊക്കെ കാണുന്നുണ്ടാകും, നിങ്ങൾക്കറിയാമല്ലോ. അച്ഛനെ വേണമെങ്കിൽ അച്ഛൻ വന്നിട്ട് കാണിച്ചില്ല. അച്ഛൻ മാർച്ചിലെങ്ങാനാണ് വരിക. അപ്പം അച്ഛൻ വന്നിട്ട് വേണമെങ്കിൽ അച്ഛൻ നിങ്ങൾക്ക് കാണിച്ചു.
വേറെ പണിയൊന്നുമില്ല, അതിനെക്കൊണ്ടാണ് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നത്. ഞാനിപ്പോൾ അടുത്ത ക്രിസ്മസിനേക്ക് നമ്മൾ ഇതേപോലത്തെ ക്രിസ്മസ് ട്രീയൊക്കെയാണ് സെറ്റ് ചെയ്യുക. ഈ സെയിം ക്രിസ്മസ് ട്രീ തന്നെ അടുത്ത വർഷവും നമ്മൾ യൂസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ അയച്ചത് ഈ ഒരു സ്റ്റാറാണ്. അത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇത് അത്യാവശ്യം കുറേ ഉണ്ട് സംഭവങ്ങൾ. ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഭയങ്കര ആർഭാടായിട്ട് ഇങ്ങനെ കളിക്കാനൊന്നും ആരും വരാറൊന്നുമില്ല. അമ്മ ചേച്ചിയൊക്കെ ഒന്ന് സ്കൂളുണ്ടല്ലോ അവർക്ക്. ആരാധിക്ക് പിന്നെ പനിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആരും കളിക്കാനൊന്നും വരാറില്ല. അവർക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കളിക്കുന്നതും അധികം ഇഷ്ടമല്ല. ഇപ്പോഴും പറയും അങ്ങനെ ദിവസം വീട്ടിൽ നിന്ന് കളിക്കണ്ടാന്ന്. ഈ സംഭവം ഇങ്ങോട്ട് പോകുന്നു. അമ്മ ഇങ്ങനെ കെട്ടിയിട്ടതാണ്. സംഭവം ഇതായിരുന്നു. അപ്പോൾ അത് ആക്കാൻ പറ്റില്ല. അതിങ്ങനെ പൊടിഞ്ഞു പോകുന്നു. അങ്ങനെ അമ്മ എത്തായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഇപ്പോൾ കാണുന്നില്ല. ക്രിസ്മസ് ട്രീ ഞാൻ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ അഴിച്ച് വെക്കാനാണ് ഒരു മടി ഉണ്ടാവുക. അതാണ് നമ്മൾ ലേറ്റായിക്കെ പോകും. ഇനിയിപ്പോൾ താഴത്തെ സെക്ഷനാണ് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോകട്ടെ ക്യാമറ. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ചെയ്യാനുള്ള അത്രയേ ഉള്ളൂ. ഞാൻ അതിനായിട്ടൊരു ഇതൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ബാഗല്ല, ഒരു സഞ്ചി എടുത്ത് വന്നിട്ടുണ്ട്. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ചിലപ്പം ഒരു രാത്രി 12 മണിക്ക് കേക്ക് കിട്ടുക. അങ്ങനെ ഒരു പണിയില്ലാണ്ട് വീട്ടിലിരിക്കുമ്പോൾ ഇതൊക്കെ തന്നെ ചെയ്യാനുണ്ടാവാറുള്ളൂ. കൈയൊക്കെ വേദന എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ താഴോട്ട് കൊണ്ടുവരാൻ സമയമായിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിൽ വീഡിയോ എടുക്കുമ്പോൾ ഒരു സംഭവമായി. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. രാത്രി 10 മണി കേട്ടോ.
ഞാൻ സാധാരണ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാറുണ്ട് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ ഞാനത് ചെയ്യാറുമില്ല. ഞാൻ ഹാഫ് ഡേ ഇൻ മൈ ലൈഫായിരിക്കും എടുക്കാറുള്ളത്. പിന്നെ എനിക്ക് അങ്ങോട്ട് ബോറടിക്കുകയും ചെയ്യും. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ആക്കും. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു ഇതുണ്ട് മൈൻഡാട്ടോ എനിക്ക്. എല്ലാ ദിവസവും ഇപ്പോൾ ന്യൂ ഇയറൊക്കെ ആയിട്ട് പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ നല്ല നല്ല സംഭവങ്ങളും എല്ലാ ദിവസവും വീഡിയോ ഇടാവുന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞു ഉപയോഗിച്ച് പൊട്ടി. ക്രിസ്മസ് അപ്പൂപ്പനായ സംഭവം കൂടി വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണം ഗൈസ്. ഇത് ഭയങ്കര പാടാണ്. ഇങ്ങനെ ഓരോ ഇതൊക്കെ വീമ്പത്ത് കിട്ടും. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാവേ. അത് പൊട്ടി പോകുന്നതാണ്. അല്ല ഇപ്പം ഇങ്ങോട്ട് വരും. കഴിയാനായിട്ടുണ്ട്. ലാസ്റ്റ് വണ്ണം കൂടെ കഴിഞ്ഞില്ല. ദിവസം കിട്ടുന്നുണ്ടെന്ന് അങ്ങനെ കിട്ടുന്നേ ഇല്ല കേട്ടോ. ചിലതൊന്നും കിട്ടുകയില്ല. ഇങ്ങനെ പുല്ല് പോലത്തെ ഇതല്ലേ, ഇത്തിരി പാടായിരിക്കും. ഒറ്റ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ചിലതൊക്കെ. ഓക്കെ ഗൈസ്, ലാസ്റ്റ് എടുത്തപ്പോൾ നമ്മളെ ഐറ്റം എല്ലാം കൂടെ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മേടിച്ച്. ഗൈസ്, അയ്യോ കറക്റ്റ് അതേപോലെ തോന്നി. ഈ ഒരു സംഭവം അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന പോലെ തോന്നി എനിക്ക് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ഈ ചുറ്റി അഴിക്കലാണ് പണി. എന്നിട്ട് നമുക്കിതിനെ ഇപ്പം തിരിച്ച് വയ്ക്കണം. കിടത്തി വെക്കാം, എന്നിട്ട് എടുക്കാം. കിടത്തി വെക്കുമ്പോൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതെല്ലാം അങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഉള്ളത് ഈ ഒരു ഭാഗമാണ്. ഇത് നമുക്കിത് എടുക്കാം. യെസ്, നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഊരിയില്ലേ. നമ്മളെ ക്രിസ്മസ് ട്രീ ഒക്കെ ഞാൻ ക്രിസ്മസ് ട്രീനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്കിതിനൊക്കെ ഒന്ന് ബാഗിലാക്കണം. ഞാനിങ്ങനെ അലങ്കാര പണികൾക്കുള്ള സാധനങ്ങളാണ് ഇടുന്നത്. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ക്രിസ്മസ് ട്രീ ഒക്കെ ഇതാക്കാം. നമുക്ക് ലാസ്റ്റ് ഈ ഒരു ലൈറ്റും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഇതൊക്കെ പോന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എന്താ പൊട്ടിപ്പോയതാ തോന്നുന്നു. ഇത് എല്ലാം ഉള്ളതാണ് സംഭവങ്ങളൊക്കെ. നമ്മളങ്ങനെ ഇരിക്കുന്നത് സംഭവമൊക്കെ ഫുള്ളായിട്ടുണ്ട്. നമുക്ക് ട്രീ ഇവിടെ തന്നെ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് എവിടെയും കൊണ്ടുപോയി വയ്ക്കാം. ഇച്ചിരി അടിപൊളിയായിരിക്കും. ഞാൻ ട്രെയിൻ ഇവിടെയാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. ഇപ്പോൾ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ട്രെയിൻ ഇവിടെ കൊണ്ടുവച്ചു. നമ്മളെ വേറെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തും ഉണ്ട്. ഇത് ഗൈസ്, അമ്മ ഒരു ലോലിപോപ്പ് അല്ല, നമ്മൾ കോഴിക്കോട്ടിൽ കോലും മുട്ടായി നടത്തുക.
മുട്ടായിക്ക്. അപ്പം ചിലർ ലോലിപോപ്പ് എന്ന് പറയും, സ്റ്റാൻഡേർഡിലുള്ള ആൾക്കാർ ലോലിപോപ്പ് എന്ന് പറയും, നാടൻ ആൾക്കാർ എന്താണ് കോലുമുട്ടായി. ഒക്കെ അത് കഴിച്ചിട്ട് വരാം. ബോറടിച്ച് തുടങ്ങി എന്താണ് എനിക്കിങ്ങനെ ബോറടിക്കുന്നതെന്ന് ആർക്കറിയാം. ഹായ്, അപ്പം ഞാൻ വെറുതെ ഇരിക്കുകയല്ല, നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്താ നമുക്കിങ്ങനെ ഒന്ന് പാട്ട് പാടാമെന്ന്. കൊള്ളുമെന്ന് എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ കേട്ട് വയ്ക്കില്ല. പാട്ട് നന്നാവോ എന്നൊന്നും അറിയില്ല, എന്നാലും ഒന്ന് പാടണം. ഓക്കെ, കരോക്കെ അല്ല കേട്ടോ, അവള് പാടുന്ന കൂടെ വന്നാൽ ക്ഷമിക്കണം. അതൊന്ന് പാട്ട് നിന്ന് വിളിക്കണം. ഇതെന്താ? നീല നിലവേ നിലവിനഴകെ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നിന്റെ ഓർമ്മയാലേ 100 പൊൻകിനാവിന്നിതാ മിന്നി എന്നിലാകെ നീ തുവൽ പോലെ കാറ്റിൽ വന്നൻ നെഞ്ചിൽ തൊട്ടില്ലേ ജീവനെ. നീല നിലവേ നിലവിനഴകെ താരമരികെ വിരിയും ചിരിയെ പാർ ഉയരാൻ ചിറകി ഉണരും മനസ്സിൽ വെറുതെ ഒക്കെ അവിടെ ഇങ്ങനെ മാറിയൊക്കെ പോയിട്ടുണ്ട്. ചെവിയിലേക്ക് ഈ സാധനം കൊള്ളുന്നില്ല. രാവു പുലര കാത്തു കഴിയും നിന്നെ ഒന്നു കാണാനായി ദൂരെ ഇരുളിൽ മഞ്ഞു കനലിൽ എന്നെ തേടിയില്ലേ നീ നിന്നോരോ വാക്കിലും നീഴും നോക്കിലും പൂന്തേൻ തുള്ളികൾ നിറയെ പൊഴിയെ എന്തേ ഇങ്ങനെ മായാജാലമോ എന്നെ തന്നെ ഞാൻ എവിടെ മറന്നോ നിഴലായി നിറമായി നീയല്ലേ നാളും. നീല നിലവേ നിലവിനഴകെ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ. ജമാലോളെ ബാലുബദലുൽ മുനീറോളെ ഘോരഘോരം സരസ
ഓളം മെലഡി മെലഡി ഓളം മെലഡി സനിതാ സനിസി രാണി സനിസീസ. ഞാൻ നേരത്തെ എടുത്ത വീഡിയോ ഒന്നും ഇന്ന് റെക്കോർഡായിട്ടില്ല, വെറും പാട്ട് മാത്രമേ ഉള്ള. അപ്പം എനിക്ക് സങ്കടമായി സാരല്ല, എന്നാൽ നല്ല പാട്ട് പാടില്ലേ, അതല്ലേ അത് നല്ലതല്ലേ. ഇടി കണ്ടിട്ട് വാങ്ങുത്തോനെ അത് താങ്ങാനോനെ ഓനെ താങ്ങുത്തോനെ. ഗൈസ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. വൈ എന്താ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. നമ്മൾ മിലുബൈനെ കുളിപ്പിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ഏട്ടനോടൊന്ന് ചോദിച്ചേക്കാം, മിലുബൈനെ കുളിപ്പിക്കുന്നുണ്ടോ. യെസ്, എണ്ണ കാണാൻ സമ്മതിക്കാത്തതുകൊണ്ട് നമ്മൾ ക്യാമറ ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ വെച്ചിട്ടാട്ടോ പോണേ. ഗൈസ് ഏട്ടൻ പറഞ്ഞു എണ്ണ വയ്യാത്തതുകൊണ്ട് ഏട്ടൻ കുളിപ്പിക്കില്ല എന്ന്. അപ്പോൾ നമുക്ക് അമ്മേനെ കുളിപ്പിക്കും. ഗൈസ് വേറെ വിശേഷം ഇനിയിപ്പോൾ വൈകുന്നേരമായിട്ടായിരിക്കട്ടെ നമ്മൾ മിക്കവാറും കാണാം. ഇനിയിപ്പം ലഞ്ചിനുള്ള ടൈമായിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഫോൺ എടുത്താൽ നല്ലോണം എനിക്ക് കിട്ടുന്നുണ്ടല്ലോ, ഈ ഫോൺ ഒഴിവാക്കുമ്പോഴാണ്. നമുക്ക് ലഞ്ചിൻ്റെ ടൈമിൽ ഞാൻ എടുക്കാം. പിന്നെ അങ്ങോട്ട് എല്ലാ ഫ്രണ്ട്സൊക്കെ അടിപൊളിയായിരിക്കും. നമുക്ക് അതിന് മുന്നേ ഒരു കുളിപ്പിക്കലുണ്ടെങ്കിൽ ഞാൻ കുളിസിങ് കാണിച്ചിട്ടാ. അപ്പോൾ എന്നാൽ ശരി, നമുക്കിനി അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ബൈ. അല്ല ബൈ അല്ല, ഉണ്ട് ഇനിയുണ്ട്. ബൈ പറഞ്ഞു ബൈല്ല. അടുത്ത ടോപ്പിക് ഞാനിങ്ങനെ കുളിക്കാൻ പോകുകയാണ് ഗൈസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മിലുക്കുളി കഴിഞ്ഞ അമ്മക്കുളി. അപ്പം എൻ്റെ ഫുഡ് കഴിക്കും. ഇത്രയാണ് നമ്മളുടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടില്ല കേട്ടോ. അപ്പം നെക്സ്റ്റ് എന്താ കുളി കേട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ കുളിച്ചില്ല, ഞാൻ വൈകുന്നേരം കുളിക്കുള്ളൂ. ഡെലിവറി കുളിപ്പിക്കും ഗൈസ്. ഭയങ്കര പരാക്രമം. ദേ ഗൈസ് അവിടെ പിടിച്ചോക്ക്, അവിടെ തലേൻ്റെ അവിടെ. പിടിക്കാനൊന്നും കഴിയുന്നില്ല. Oh my God. Oh my God, guys. അമ്മ പറയാം എൻ്റെ കൂട്ടാ മിലുന്ന് ഗൈസ്. നിങ്ങൾ കഴിക്കട്ടെ മിലുവിന് ഇങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടോന്ന്. യെസ്, മിലു ഇതൊക്കെ കളിക്കും ഗൈസ്. വെള്ളത്തിലേക്ക് മുങ്ങാനാണ് കുട്ടി കളിക്കുന്നത്. അമ്മ അതിനകത്ത് കെട്ടോക്കെ ഏട്ടനായിട്ടും നീന്തൂല. ആദ്യമായിട്ട് അമ്മ തല കുളിപ്പിക്കാണ്. പാവം മിലു. മിലു അയ്യോ മിലുഷേ ഇങ്ങനത്തെ പരാക്രമണമൊക്കെ നമ്മുടെ മിലുബാവയ്ക്കുണ്ട്. അച്ചിരിയും കൂടെ ഒന്ന് കാണിച്ചിട്ട് ലാസ്റ്റാണ് ഗൈസ്. നമ്മളങ്ങനെ മിലക്കൊട്ടനെ കുളിപ്പിച്ചു. പറഞ്ഞാൽ ചിരി വന്നു പോയി. അത്രയ്ക്കുണ്ടായിരുന്നു. അതിൻ്റെ കാലിലേക്കൊക്കെ വെള്ളമൊക്കെ ആക്കി. ഭയങ്കര വികൃതിയാണ്. നമുക്ക് ഇതിൽ കൂടെ അങ്ങോട്ട് കാണാൻ പറ്റുമോ? ഒച്ച വേണേ കേൾക്കാട്ടോ. അമ്മ അവിടുന്ന് കുളിപ്പിച്ചോണ്ടിരിക്കണം. നമ്മുടെ തല കണ്ടില്ലേ നിങ്ങൾ? അതേപോലെ ഇത്രയെങ്കിലും, അത് കേസ് ബ്ലൗസാണ്, ഇത്രയെങ്കിലും അമ്മ വന്നതെല്ലാവരും ഭാഗ്യം കൊണ്ട് ബർത്ത്ഡേ ബേസ്. ഇത് ഫുൾ ഇങ്ങനെയാണ്. ആഴ്ചയിൽ അമ്മ കുളിപ്പിക്കണം എന്നാണ് മിലൂസിന് ഇപ്പോൾ പറയുന്നത്. ഒരു ഇഷ്ടമില്ല തീരെ എന്ന് പറഞ്ഞാൽ, തീരെ കുളിപ്പിക്കാൻ ഒട്ടും നല്ല മടി. ബാത്റൂമിലത്തെ കൊണ്ടുപോകുമ്പോഴേക്ക് ഇങ്ങനെ ഡിസ്കോ ഡാൻസ് കളിക്കാറുണ്ടാണ്. ഞാൻ പറയാറുണ്ടല്ലോ മിലു ഭയങ്കര വികൃതമാണ്. ഇപ്പോൾ കാട്ടല്ലോ എങ്ങനെയാണ് മിലുവിടെ സ്വഭാവം. ഇങ്ങനെ തന്നെ കേട്ടോ. വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെയാണ്. ടി വിയുടെ മുകളിൽ കയറും, ടി വിയുടെ മുകളിൽ വീട് ചാടും, ടി വിൻ്റെ വയറ് തള്ളിയിടും. ഇപ്പം അമ്മൻ്റെ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അത് ടി വി സ്റ്റാൻഡിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വെറുതെ ഇങ്ങനെ തള്ളിയിടുക. നിങ്ങൾ അങ്ങനെ വെറുതെ തള്ളിയിടുക, എന്നിട്ട് ഉരുട്ടി കൊണ്ടെടുക്കുക. കണ്ണട പൊട്ടിക്കും. അമ്മമ്മയുടെ കണ്ണട
നട്ട് പൊട്ടിച്ച് പുതിയ വാങ്ങിച്ചതാണ്. അങ്ങനെയൊക്കെ തന്നെ. അല്ലാണ്ട് മിലുവിനൊരു ഇതില്ലല്ലോ. അപ്പം ഇങ്ങനെ തന്നെയാണ് മിലുവിടെ ഒരു സ്വഭാവങ്ങൾ. ഇപ്പം കണ്ടല്ലോ നിങ്ങൾ മിലുവിൻ്റെ സ്വഭാവം. അമ്മ പറഞ്ഞു എനിക്ക് വൈകുന്നേരം കുളിച്ചാൽ മതിയെന്ന്. അതിനെ കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. അമ്മ പറയാറുണ്ട് എന്നെ പോലെ തന്നെയാണ് മിലു എന്ന്. എന്നാൽ എനിക്ക് ഒട്ടും കുളിക്കാൻ ഇഷ്ടമില്ല. അതേപോലെ തന്നെയാണ് മിലുവിന് ഒട്ടും കുളിക്കാൻ ഇഷ്ടമല്ല. ഗൈസ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് ഒരു എന്താണ് എൻ്റെ റൂം ടൂർ ചെയ്തുകൂടി. യെസ്, നാളെ ചെയ്യാം കേട്ടോ. നാളെയോ മറ്റന്നാളോ ചെയ്യുന്നതാണ്. അങ്ങനെ ഗൈസ് മിലു നല്ല കുളിച്ച് കുട്ടപ്പന ഇപ്പം ഇങ്ങോട്ട് എത്തുന്നത് നിങ്ങൾക്ക് കാണാം. മിലുവിന് ഇപ്പോൾ ഞാൻ തിരക്കി അവൻ എടുത്ത് കൊടുത്ത്. ഗൈസ് നമ്മൾ ചിരിക്കും എങ്ങനെ ഒച്ച നിങ്ങൾ എങ്ങനെ ചിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ എന്താ പറയുക ഊണ് കാണുന്നുണ്ട്. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അത് ഇങ്ങനെ പല്ലിനെ ഇച്ചിരി പൊങ്ങിച്ച് അങ്ങനെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് മോണ കാണിക്കലും മരം അങ്ങനെയൊക്കെ. എൻ്റെ ഇപ്പം നന്നായിട്ട് മോണ കാണും കണ്ട. അമ്മ പറഞ്ഞു ഞാൻ ചെറുതായപ്പോൾ എൻ്റെ ചുണ്ട് ഇങ്ങനെ എഴുതുന്നു. വലുതും എൻ്റെ ചുണ്ട് ഇത്ര എത്തി. അമ്മയുടെ ചുണ്ട് ഭയങ്കര പൊത്തനായിക്കോട്ടെ എൻ്റെ ചുണ്ട് ഇത്ര. ഇപ്പം ഗൈസ് 5 മിനിറ്റ് നേരം അയ്യോ കരച്ചില്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് മിലുവിനെ കുട്ടിക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് മിലുവിനെ കുട്ടിക്കുന്നത്. ദിയ കണ്ടോ ദിയ എൻ്റെ മിലു ബോസിനെ ഞാൻ അതിനെ കുറച്ച് പേരുകൾ വിളിക്കാറുണ്ട്. മിലു പായ്, ഓക്കെ, മിലു പായ്, മിലൂറ്റ്, മിലുദേ, മിലു പായ്, മിലു ബോസ്, മിലു സാർ. ഈ 4 വേർഡ്സാണ് ഞാൻ വിളിക്കാറുള്ളത് മിലുസിനെ. ദേ നമ്മളെ ഐറ്റം കുളിച്ച് പോണു ഗൈസ്. സോ ഗൈസ് നമ്മളെ മിലുക്കുട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. കാണാൻ വരുന്നുണ്ടാവില്ല, ക്ലിയർ ഉണ്ടാവില്ല. ഇതിൻ്റെ അടിയിലേക്കായിട്ട് വരുന്ന കൊണ്ട് വെച്ചാൽ. അപ്പം ഇനിയിപ്പം മിലുടെ ഹെയർ ഡ്രയർ ഇട്ട് കുളിപ്പിക്കലാണ് പണി. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇതെന്തോ ഒരു മീൻ, പിന്നെ അതിൻ്റെ ആ സാധനത്തിൻ്റെ പേരെന്താ എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു സാധനമാണ് ഫുഡ് കഴിക്കാൻ. അതിലുണ്ട് പോയി കഴിച്ചിട്ട് വെറുതെ ഇരിക്കുന്നതാണ് 2 ബലൂൺ അവിടെ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. സോ ഓക്കെ, എന്താ നമുക്ക് പിന്നെ എടുത്ത് അങ്ങോട്ട് ഒരു കൊടുത്തുകൊണ്ട് കൊടുക്കാം പ്ലീസ്. പേടിപ്പിച്ച് ജയിക്കാൻ ഒന്ന് ഒരസി നോക്കിയാണല്ലേ. നടക്കില്ല സ്റ്റെപ്പ് ഫാദറെ. നിനക്ക് എന്താ വേണ്ടത്? എന്താണെങ്കിലും ചെയ്യാം. എനിക്ക് വേണ്ടത് നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ളത് തന്നെയാണ്. അവിടെ എനിക്ക് പണം ഓഫർ ചെയ്തിരുന്നു. അത് അപ്പൊ എന്താ സംഭവിക്കാം? കുടിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നുകൂടിയാണ്. അച്ഛൻ എന്നെ പറഞ്ഞിട്ടില്ലേ അവളി പോക്ക് പോയാ എവിടെയെങ്കിലും എടുത്ത് ചത്തു എന്നുള്ള വാർത്ത കേൾക്കേണ്ടി വരുമെന്ന്. ഇത് അവളെ രക്ഷിക്കാനുള്ള അവസാനത്തെ ശ്രമമാണ്. ഇപ്പോ അവൾക്ക് എന്നോട് തീർത്ത ദേഷ്യം. എന്നെ തോപ്പിക്കാൻ അവളുടെ മുമ്പിൽ ഒരു വഴിയുണ്ട്. അവള് ആൽക്കഹോളിക് അല്ല എന്ന് അവള് അവൾ ഈ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ട മാത്രമേ ഡൈവേഴ്സ് കിട്ടുള്ളൂ എന്ന് സൂസൻ അവൾ അറിയിക്കണം. വാശി കൂട്ടണം. കടന്നു പോകുന്ന ആളെ നിങ്ങൾക്ക് പരിചയം
പരിചയമുണ്ടോ? നമ്മുടെ മിലുപ്പയാണ്. നമ്മളെ മിലുപ്പ പോകുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ മിലുപ്പനെ? ഇപ്പം എത്ര മണിയായി നോക്കട്ടെ. 2:46 ആയി. ഒരു 3 ആകുമ്പോഴേക്ക് ആരാധ്യൊക്കെ വരും. അപ്പം അടിപൊളിയായിരിക്കും. ഇതാ പോണ് ഗൈസ്. ഓ മൈ ഗോഡ്, ക്യൂട്ടി. ഇവിടെ നല്ല മഴയാണ് കാണിച്ചതാണ്. നല്ല മഴ എനിക്കറിയാം പറ്റില്ല, എന്നാലും ചെറിയൊരു മഴ. നമ്മുടെ മിലുപ്പ ഇവിടെ ഇരിപ്പുണ്ടേ. മിലുപ്പനെ കുളിപ്പിച്ചാണേ. അതാട്ടോ മിലുപ്പ ഇങ്ങനെ ഇരിക്കുന്നത്. ഗൈസ് ഞാൻ പിന്നെയും വന്നു. ബിക്കോസ് വൈ എന്ന് ചോദിക്കുന്നത് മുടി കെട്ടാൻ ഗൈസ് പിന്നെ ഞാൻ വന്നു. നാളെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ടെങ്കിൽ 9 മണിക്ക് കിടന്ന് ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ 9 മണിക്ക് ആയിട്ടില്ല വൈകിട്ടില്ല. വൈകുന്നേരം ആണെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ വൈകുന്നേരം ആണെങ്കിൽ രാത്രി 12 ദിവസമൊക്കെ എടുക്കാം. എനിക്ക് എഡിറ്റിങ് ചെയ്യാം. വൈറ്റ് ഹാൻഡ് ബാൻഡ് വയ്ക്കാൻ മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ പോയോ എന്നൊന്നറിയില്ല. മഴയത്ത് കളിച്ചാലോ, കൈ നനയും. ഞാനിപ്പോൾ വരാവേ. എൻ്റെ ഫ്രിഡ്ജിൽ സ്റ്റിക്കേഴ്സ് കൊണ്ടുവന്നിട്ട് ഓക്കെ. അപ്പോൾ ഇന്നലത്തെ ഒരു അടിപൊളി വീഡിയോ നിങ്ങൾ കാണേണ്ടതായിരുന്നു ഗൈസ്. നല്ല അടിപൊളിയായിരുന്നു. നല്ല ഒരു അടിപൊളി വീഡിയോ ആണ്. പക്ഷെ അത് എന്നോട് എടുക്കാൻ പറ്റത് ഗൈസ്. ഇങ്ങനെയൊക്കെ എനിക്ക് നിങ്ങൾ എൻ്റെ ഫാമിലീസിനെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. എൻ്റെ ഫാമിലീസിന് ഈ ഒരു ഫോട്ടോ കൂടെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഫാമിലി. ഓക്കെ, ഇതമ്മ. ഓ, ഇതമ്മ, ഇതച്ഛൻ, ഇതേട്ടൻ, ഇത് ഞാൻ. എൻ്റെ കോലം കണ്ട. ഇത് മൈസൂർ പാലസാണ്. അവിടെ പോയപ്പോഴാണ് എല്ലാവർക്കും ഷൂ, എനിക്ക് മാത്രം തന്നെ ഇങ്ങനത്തെ ചുരുപ്പ്. ഹലോ, ഞാൻ
So, farms need a lot of water to grow crops. Some plants such as lotus and lily grow in water. Trees and rose move on water. They carry roots and root from one place to another. So, water helps in transporting too. Water is used to produce electricity. The water we use comes from rivers, streams, ponds, and lakes. These water bodies connection fresh water. They get their water from snow and rain. Most rivers start in snow covered mountains when the snow melts. During summer, the water rushes down in the form of streams and purified and sent to our coast. Rain is also an important source of water. Rainwater seeps down into the ground. Be it big wells and whose hand pumps to get it. Sometimes it gets collected in deep pools, ponds, and lakes. Sources of water. Water covers 3/4 of the Earth's surface. Oceans, seas, rivers, lakes, and wells are water bodies. Most of the water on Earth is in the oceans and seas, and it is salty that we cannot use such water. Water for rain, running and clean water. Tap water and well water function in impurities such as dust and germs. However, these are so tiny that we cannot see them, but these germs can cause diseases which as typhoid and cholera. So it is very important to purify or clean water before we drink or use it for cooking. Clean water that is free of germs and fit for drinking is called potable water. We can purify water by using a water filter or by boiling it. Boiling kills the germs in water. We should use clean glasses to drink water. We should store drinking water in clean bottles or our pots. We should not dip our hands in drinking water. It may get tired. You will have to walk long distance to fetch water. In cities too, there are some places where houses have only a common tap or a hand pump. You will have to stand in long while to get water. Many in others have to depend on water taps. In some areas, you will even have to buy water. Must be careful not to waste water. We must save water and use it another possible water shortage. Many houses in villages do not have taps or water supply. Influence the government will follow to happens for the villages. ഞങ്ങൾക്ക് പഠിച്ചത് കഴിഞ്ഞു ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അവരുടെ കുളി നിങ്ങൾ കണ്ടല്ലോ. ഇത്രയും വികൃതി കൂട്ടറാണ് കേട്ടോ നമ്മളെ വീട്ടിൽ. അപ്പം ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ടി വി കാണാൻ പോവാണ് കേട്ടോ. അറിയാണ്ട് ഒന്ന് പോയിട്ടുണ്ട്, ക്ഷമിക്കണം കേട്ടോ. നടന്നു മിലു മിലു മിലുല മിലുമ മിലുമ മിലു മിലു മിലുബ. ദ്രോഹിത്തരാണ് അതിനെ കാണിക്കുന്നത്. അത് ഇങ്ങോട്ട് കാണിച്ച ദ്രോഹിത്തരം നിങ്ങൾ കണ്ടില്ലേ? ആ മിലു ആള് പാവാ കേട്ടോ. ആള് കരിയൊക്കെ ചെയ്യും. കേട്ടോ ഉമ്മക്ക് കൊടുക്കാം. ടി വി ആണാക്കാം. ഞാൻ എവിടെ ഇത് വെക്കും? എവിടെയാണ് ഇത് വെച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് കൂടെ ടി വി കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ കൂടെ നമ്മളെ മിലുപ്പായി ഉണ്ട് കേട്ടോ. നമ്മളെ വിലുപ്പായി പഠിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കാനല്ല. ഇനിയിപ്പോൾ നമ്മൾ ടി വി കാണാൻ പോവാണ്. വേറെ പണിയൊന്നുമില്ല. ടി വി കാണാൻ പോകണം. അപ്പം നമ്മളെ മിലു സാർ ഇരിക്കൊണ്ട് ഫുഡ് കഴിക്കുന്നു. അദ്ദേഹം ടി വി ഓണാക്കി. അപ്പം മിലുവിൻ്റെ കൂടെ കഴിക്കാം. സോറി കാണാൻ പറ്റില്ല. ഞാൻ ഇവരുടെ ടി വി സെറ്റ് ചെയ്യണം. എനിക്ക് കൂടെ കാണാൻ പറ്റില്ല കേട്ടോ. യെസ്, ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ 3 മണി തൊട്ട് 6:49 ഞാൻ എണീറ്റത്. അപ്പോൾ അതുവരെ അങ്ങനെ കിടന്നുറങ്ങായിരുന്നു. അപ്പം ഗ്യാസിൽ പക്ഷേ പറയാൻ പറ്റില്ല. അങ്ങനെ എണീച്ചു വന്നു. അങ്ങനെ പോയി. എനിക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ളത് മുസക്കൈ MAT മുസയാണ്. ഞാൻ അതാണ് കളിക്കോ ഇതാണ് വെച്ചത്. ക്യാമറ എന്തോ കംപ്ലൈൻറ്റ് വന്നല്ലോ. അമ്മ ആവില്ല ഇല്ല ഒന്നുമില്ല. പ്ലീസ് ഞാൻ ഈ ഒരു ബാറ്ററി എടുക്കണ്ടേ.
ചേട്ടന് ശീലം വെച്ച് കയ്യിൽ പണം പരിപാടി അതല്ല പിന്നെ ഞാൻ മ്യൂസിക് ബാൻഡ് 5 ലക്ഷത്തിൽ കുറേ സംഖ്യ വന്നിട്ടുണ്ട് ഒരു നമ്മൾ തന്നെ 5 ലക്ഷം എന്റെ വിജയ റബ്ബർ ഞാൻ മ്യൂസിക് ബാൻഡ് യോ ഫാദർ ഇസ് കണ്ടക്ടർ പോലീസിനെ പറഞ്ഞു അത് വിജയ ഞാൻ ഭയങ്കര അതെല്ലാം എനിക്ക് പാട്ട് പാടി തന്നാലേ അത് ബാക്കി ഉണ്ടാവും മതി ഒരു ഭൂതത്തെ പോലെ മുന്നിൽ നിന്ന് എന്നെ കാണിച്ചു വായിച്ചു പാട്ട് പാടിയാൽ ഓടി പൈസ പാടിക്കാണെങ്കിൽ അന്ന് തനിക്ക് വർക്കുണ്ടാകും ഉപജി ഏതൊരു ക്യാപിറ്റൽ എന്റെ കച്ചവടം സഹായിക്കുന്നു അക്കൗണ്ടിൽ ഉപയോഗ പൈസ സഹായിക്കും ഒരു പാട്ടെങ്കിലും ഈ നടന്നു പാടി ഈ പാടിയിട്ട് രക്ഷപ്പെടുന്നത് ആ പാട്ട് നമുക്ക് തോന്നിയാൽ അന്ന് ഞാൻ പൈസ കേട്ടോ മനസ്സിലായോ അതിനെ മതി പാട്ടാണ് എന്റെ ബാങ്കിലുള്ള പൈസ തരുന്നില്ല പണി പാടിയോ Ini kan masuk ke dari ini mata itu. Asal mana ada terus tu? Ada tak? Ada tak? Nak bagi saya boleh tak? Malawadi kumpulan, tindinala. Ini mana? Tindinala. Ilu ba? Malawadi minum kote. An panina perikana. Kote angote kaya പേടിയാണ്. കുട്ടിക്ക് പേടിയാണെങ്കിൽ പിന്നെ എല്ലാ കുട്ടി പണി പിടിക്കാൻ പോണോ കുട്ടിമോനെ? നീ മോനെ പോരാ. അതൊക്കെ കണ്ടതാണ്. Let's go. ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. കാണിക്കാൻ മറന്നു പോയതാണ്. ഞാനിപ്പോൾ എൻ്റെ ഉറക്കമാണ്. അപ്പം ഉറക്കത്തിൽ ഞാൻ ചെയ്യുന്ന നൈറ്റ് റൊട്ടീൻ ഞാൻ കാണിച്ചിട്ടാം. ഒന്നും പറയത്തില്ല,
പ്രോഡക്റ്റ് തന്നെ ഒറ്റ നമ്മൾ ഒരു ക്രീം തേക്കും പോൺസിൻ്റെ അലമാരി ഏട്ടൻ തുറന്നിട്ടാണ് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ ഫിനിഷ്. നമുക്ക് സ്ലീപ്പാം. 1 2 3. അപ്പം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഫിനിഷ് ആയിട്ടുണ്ട്. ബൈ ബൈ. ഇപ്പം നാളത്തെ വീഡിയോ കിട്ടാൻ വരുന്നതായിരിക്കും. ബൈ.